കാനാൻ ദേശം തിയോഫനി ഗ്ലോറിയ 2017 എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 31. ഏതാനും മണിക്കൂറുകൾക്കകം നമ്മൾ അടുത്ത വർഷത്തിലേക്ക്, അതായത് 2018 കടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിലെ എല്ലാ നന്മകളെയും ഓർത്ത്, എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കാം. 2018 കടക്കാം. തീർച്ചയായിട്ടും 2018 വരവറിയിച്ചുകൊണ്ട് കാനാൻ ദേശം തിയോഫണി കുടുംബാംഗങ്ങൾ ചേർന്നൊരുക്കിയ കലാവിരുന്ന് ഗ്ലോറിയ 2017 ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യ പരിപാടിയിലേക്ക് കടക്കാം. ഓംകാരനാദം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആർഷിതം ദയാർശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരമകൾ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം പാപഹാരിയായി പാതിരാവിലായി ജനനം ആവേദം വാനിടത്തിലൊരു താരകത്തിറവി പുണ്യം അവരൊരുവൻ വഴിയായി നന്നനുസരണം വഴിയായി അവരൊരുവൻ വഴിയായി നന്നനുസരണം വഴിയായി കുരിശിലേറി നദിയടഞ്ഞു മോക്ഷമേകി മുഖ്യതനാ വന്ദനം വന്ദനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമി
പ്രഭാഷമായി കരകടലില സകല വിഷയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ഓം പരിപാവനാത്മം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം. വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു, വളരെ മനോഹരമായ ഒരു നൃത്തമായിരുന്നു അല്ലേനു? തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്മസ് ഈവ് വളരെ റിച്ച് ആകുന്ന ഒരു ഫീലായിരുന്നു. ശരിക്കും ഈ മൃദംഗം, ഫ്ലൂട്ട്, അതായത് ഒരു സെമി ക്ലാസിക്കൽ ടച്ച് പാട്ടുകൾ ക്രിസ്തീയ സംഗീതത്തിലാണല്ലോ എവിടെയാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഏതായാലും അവരത് നന്നായിട്ട് പെർഫോം ചെയ്തു. മേരി മേഴ്സി കൊറിയ അല്ലെ, അത് ആ ടീച്ചറിനെ എനിക്ക് തോന്നുന്നു കാനാൻ ദേശം പ്രേക്ഷകരൊക്കെ ഓർത്തിരിപ്പുണ്ടാവും. നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടിരിക്കുകയാണ്. ടീച്ചർ, ഒരു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ദിസ് പ്രോഗ്രാം. താങ്ക് യു മക്കളെ. അപ്പോൾ മനോഹരമായ ഒരു പ്രോഗ്രാം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരാണ്? ഇനി അടുത്തതായി ഒരു ക്രിസ്തുമസ് ഗാനമാണ്, ഒരു സോളോ പെർഫോമൻസ് ആണ്. ആലപിക്കുന്നത് റിബിൻ ജോൺ. നമുക്ക് റിബിൻ ജോണിനെ ഇൻവൈറ്റ് ചെയ്യാം. റിബിൻ, പ്ലീസ്. താരാഗണങ്ങളാൽ ആഗതരാകും
ക്രിസ്മസിന് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ഗാനം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ. തീർച്ചയായിട്ടും എത്ര കേട്ടാലും മതി വരാത്ത ചില ഗാനങ്ങളിൽ ഒന്നാണ്. അതെ, പൈതലാമേശുവേ. താങ്ക് യു, നന്നായിട്ട് പാടി മോനെ. കാരണം ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്റെ ചെറുപ്പകാലത്തിലേക്കും പോകും. കാരണം ഞാനും ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫീമെയിൽ വോയിസ് ആയിരുന്നു ആ സമയത്ത് പാടിയിരുന്ന പാട്ടാണ്. അതുകൊണ്ട് ഈ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. താങ്ക്സ് വൺസ് അഗൈൻ. പിന്നെ ആ ചെറിയ കീബോർഡിസ്റ്റ് പ്ലെയർ, മറ്റേ പേര് എൽറിച്ച്. ഓക്കെ, എത്ര നാളായി പഠിക്കുന്നുണ്ട്? 3 years. ഓക്കെ, 3 yearsലാണ് ഇത്രയും പെർഫോം ചെയ്യുന്നത്. സൂപ്പർ, കീപ് ഓൺ പ്രാക്ടീസിങ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്താണ്? ഇനി അടുത്തതായി ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് കല്ലൂർക്കാടിൽ നിന്നും വന്നിരിക്കുന്ന ഗ്രൂപ്പാണ്. നമ്മുടെ കാനാന്തേശം സീസൺ 2 സെമി ഫൈനലിസ്റ്റ് ആയിരുന്ന മായമ്മ ജെയിംസിന്റെ ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങളാണ് അവര്. നമുക്കവരെ ഇൻവൈറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും മായമ്മ ജെയിംസിന്റെ ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, പ്ലീസ് കം ഓൺ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിടന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിടന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിടന്നല്ലോ. പിന്നിൽ താരകൾ പൊങ്ങി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കൽ
സൂപ്പർ പെർഫോമൻസ്. നല്ല എന്താ പറയാ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്മസ് ഈവിന് നല്ല എനർജി തന്ന പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു ഇവരുടെ ഇപ്പൊ കളിച്ച ഡാൻസ്. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ സോങ് സെലക്ഷൻ അത് സൂപ്പർ ആയിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് അതിലും സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ലൊരു ക്രിസ്മസ് ട്രീറ്റ് ആണ് കാനാൻ ദേശത്തിന്റെയും തിയോഫനിയുടെയും ഈ ക്രിസ്മസ് ഈവില്. നമ്മുടെ മായമ്മ ജെയിംസിന് പ്രത്യേകം നന്ദി പറയണം ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും മായമ്മ ജെയിംസിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ മായമ്മ ജെയിംസിന് താങ്ക്സ് പറയുന്നതോടൊപ്പം തിയോഫനിയിൽ പങ്കെടുത്തവരും ഉണ്ട് ഇതിനകത്ത്. ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഇതാ തിയോഫനി. അപ്പൊ തിയോഫനിയും കാനാൻ ദേശം സീസൺ 2 കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് വൺസ് അഗെയിൻ. താങ്ക് യു. ഒരു ന്യൂ ജനറേഷൻ എന്താ പറയാ, ഇപ്പൊ ക്രിസ്മസിന്റെ ഇന്ന് വന്ന 2 ഫ്യൂഷൻസിലും ആ സോങ് സെലക്ഷൻസിലും ഒക്കെ ഒരു കുറച്ചുകൂടെ ഒരു മാറ്റം അല്ലേ, നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്രിസ്മസ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ഇന്നത്തെ യുവജനങ്ങൾ നല്ല പാട്ട് പാടുന്ന, നല്ല ചുറുചുറുക്കുള്ള, നല്ല ഇന്റർനെറ്റ് കഫേയൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ചുറുചുറുക്കുള്ള യുവജനങ്ങളെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഇവിടെ കളിച്ച ഓരോ പെർഫോമൻസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ. ഓരോ ക്രിസ്മസിനും നമുക്ക് ഓർത്തിരിക്കുന്ന ചില പാട്ടുകൾ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇതിനുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസ് കാണാം. വിളിക്കാം. ആരാണ് അടുത്ത പ്രോഗ്രാം? നമ്മൾ ഇത്രയും നേരം ആസ്വദിച്ചതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ഇനി നമുക്ക് പ്രേക്ഷകർക്കായിട്ട് കൊടുക്കുന്നത് ഒരു വയലിൻ പ്ലേ ആണ്. അവതരിപ്പിക്കുന്നത് സാന്ദ്ര മരിയയാണ്. ചിറ്റലപ്പള്ളിയിൽ നിന്നും എത്തിയിരിക്കുന്ന സാന്ദ്ര മരിയ നമ്മുടെ കാനാൻ ദേശം സീസൺ 2 ജോയ്സിയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാ സാന്ദ്ര. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ സാന്ദ്ര ഇൻവൈറ്റ് ചെയ്യാം. സാന്ദ്ര പ്ലീസ്. ഒരു കൊച്ചു മിടുക്കിയാണ്. വയലിൻ എന്ന ഇൻസ്ട്രുമെന്റ് അല്ലേ, വളരെയധികം എമോഷൻസ് കാണിക്കാൻ പറ്റിയ ഇൻസ്ട്രുമെന്റ് ആണ്. എത്ര നാളായിട്ട് പഠിക്കുന്നുണ്ട് മോള്? 5 വർഷം. ഏത് പാട്ടാണ് മോള് വായിക്കാൻ പോകുന്നത്? അറിയാമോ ആ പാട്ട്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒരുപോലെ അറിയാവുന്ന ഒരു സോങ് ആണ് ആകാശങ്ങളിലിരിക്കും എന്ന് തുടങ്ങുന്ന ഗാനം അല്ലേ? നമുക്കൊന്ന് പാടിയാലോ? ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇതാണല്ലേ? അപ്പം ഇതേ മൂഡില് നമുക്ക് വായിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
അപ്പോൾ മോള് വളരെ നന്നായിട്ട് ചെയ്തു. വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വളരെ ടഫായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് 5 വർഷമായിട്ടുള്ളൂ കൊച്ചു പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ ചെറിയ പ്രായത്തിൽ. തീർച്ചയായിട്ടും നല്ല പ്രോഗ്രാം ആയിരുന്നു മോളെ, കേട്ടോ. വീണ്ടും വീണ്ടും വായിച്ച് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കണം. ഓൾ ദി ബെസ്റ്റ് മോളെ. വീണ്ടും പാപ്പ വരുന്നുണ്ട്. ഇത്തവണ മോൾക്കുള്ള സമ്മാനമാണോ അതോ ചോദ്യമാണോ? എന്തായാലും ചോദിക്കാൻ നമുക്ക് പാപ്പയോടല്ലേ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇത്തവണ ചോദ്യമാണോ അതോ മോൾക്ക് വല്ല സമ്മാനമായിട്ട്? ഇത്തവണ ചോദ്യങ്ങളായിട്ടും ഒന്നുമല്ല ഞാൻ വന്നത്. സന്തോഷമായി വയലിൻ വായിച്ച കൊച്ചുമിടുക്കിക്ക് ഒരു സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നത്. സൂപ്പർ. ഹാപ്പി ക്രിസ്മസ്. ഇതാ പാപ്പയുടെ സമ്മാനം. കോളടിച്ചു. താങ്ക് യു പാപ്പ. താങ്ക് യു പാപ്പയ്ക്ക്. ആദ്യമായിട്ടാണ് നമ്മുടെ ക്രിസ്മസ് നൈറ്റിന് ഒരു സമ്മാനം കിട്ടിയതല്ലേ? അപ്പോ എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ മോളോ. അതാണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ. കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ്. മോള് വയലിൻ വായിച്ചത് കേട്ട ഉടനെ അപ്പൂപ്പൻ പറഞ്ഞെത്തി നമുക്ക് സമ്മാനം തരാം. സന്തോഷമായില്ലേ? ഓക്കെ. കാനാന്തേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travel. നല്ല ഒരു വയലിൻ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് അനു? ഇനി അടുത്തതായി നമ്മുടെ ക്രിസ്മസ് ഈവിൽ ഒരു സിംഗിൾ ഡാൻസ് ആണ്. ആഞ്ചലിൻ ലോയ് അവതരിപ്പിക്കുന്ന ഒരു സിംഗിൾ ഡാൻസ് ആണ്. നമ്മുടെ തിയോഫണി കണ്ടസ്റ്റന്റ് ആയിരുന്നു ആഞ്ചലിൻ. ആഞ്ചലിന്റെ അമ്മേനെ നമുക്ക് ഏറെ സുപരിചിതയാണ്. ടെസി ലോയ് അറിയത്തില്ലേ? ടെസി ലോയ്, എനിക്ക് തോന്നുന്നു ടെസി ലോയ് നമ്മുടെ സെമി ഫൈനൽ റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ടെസി ലോയുടെ മകളാണ്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് കാണാം. സിംഗിൾ ഡാൻസ് ആണ്, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. മോളെ പ്ലീസ്. ശരിക്കും ഒരു പാവക്കുട്ടി പോലെ നല്ല മാലാഖ. അപ്പൊ ഒരു കീ കൊടുത്തു വിട്ടാൽ ഇനി ഡാൻസ് തുടങ്ങും. ഓക്കെ, ഞാൻ കീ തന്നിട്ടുണ്ട്. റെഡി? ഓൾ ദ ബെസ്റ്റ്. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം 5000 കണ്ണവനേകിയതും കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. ഗുരുവല്ലേ കൃപയല്ലേ കുരിശേരുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്കു ദൈവം കരുണയാണെന്നു വിളിച്ചു ചൊല്ലുകന. ഇനി മടി ഞാൻ ഒരു അഭിനന്ദനം പറയുന്നതിന് മുമ്പ് ഡാൻസ് കളിച്ച് ആളങ്ങ് പോയി. അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത് അല്ലേ? ഓക്കെ, സൂപ്പർ ആയിരുന്നു മോളെ, സൂപ്പർ ഡാൻസ് ആയിരുന്നു അല്ലേ? പറയാ. തീർച്ചയായിട്ടും ഈ കുഞ്ഞി കൈകൾ കൊണ്ടേ ഇങ്ങനെ അഞ്ചപ്പം വർദ്ധിപ്പിച്ച കാര്യവും കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കാര്യമൊക്കെ ഇങ്ങനെ കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഈ പാട്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ വളരെ ഓളമുള്ള ഒരു പാട്ടായിട്ടാണ് എല്ലാവരും ഈ പാട്ടിനെ കാണുന്നത്. പക്ഷെ ഈ പാട്ടിന്റെ അർത്ഥം, അതിന്റെ വരികളുടെ ഇത് എന്ന് പറഞ്ഞാൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? ഈ കഥയൊക്കെ അമ്മ പറഞ്ഞു തന്നായിരുന്നോ? ആണോ? അപ്പം എന്തായാലും വളരെയധികം സന്തോഷം. മോളുടെ പെർഫോമൻസ് നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു മോളെ. വൺസ് അഗൈൻ ഓൾ ദ ബെസ്റ്റ്. നല്ല ഡാൻസ് എണ്ണം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ മാർട്ടിനെയും ജോസിനെയും വിളിച്ചാലോ? മാർട്ടിൻ ആൻഡ് ജോസ്. ഓക്കെ, മാർട്ടിൻ പ്ലീസ്.
മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നി താരമെൻ കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നി താരമെങ്ങും മിന്നാമിന്നി പോലെ കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. എമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോടു കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കള നിന്റെ കരളിന്റെ ഇരുൾ മാറ്റിയുണർവേകിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂന്തിങ്കള നിന്റെ കരളിന്റെ ഇരുൾ മാറ്റിയുണർവേകിടാം. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. രാജാതിരാജന്റെ മിടിപ്പിൽ കൂടെ കാണുമ്പോൾ അന്തിച്ചു നിൽക്കുന്നു. കൺമുൻപിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്നു. വഞ്ചതയാണുള്ളിൽ മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിലും പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേലതു വ്യക്തമാ. മണ്ണിൽ ഒട്ടേറെ പുൽക്കൂട്ടിലും പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നില്ലേലതു വ്യക്തമാ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ.
വീണ്ടും മാർട്ടിന്റെ എന്താ പറയാ വളരെ മെലോഡിയസ് ആയിട്ടുള്ള വോയിസ് നന്നായിരുന്നു മാർട്ടിൻ. രണ്ടുപേരും സംതൃപ്തിയായി അല്ലേ? പാട്ട് കേട്ട് സംതൃപ്തിയായി. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊരു ഡാൻസ് കഴിഞ്ഞിട്ട് അടുത്ത പാട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ നല്ലൊരു പാട്ട് സമ്മാനിച്ചതിന് താങ്ക്സ് രണ്ടുപേർക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ മാർട്ടിന്റെ അതിമനോഹരമായ ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അടുത്തതായിട്ട് വരുന്നത് തിയോഫണിയിലെ സാന്റയും ഇസബലയും കൂടി ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ്. നമുക്കത് ആസ്വദിക്കാം. തീർച്ചയായിട്ടും. സാന്റ, ഇസബല്ല, പ്ലീസ്.
വളരെ വളരെ മനോഹരമായ ഒരു ഫ്യൂഷൻ. അതെ. അത് ചെറിയ ഒരു തുടക്കം, പിന്നെ ഇടയ്ക്ക് താളം ചടുലമായി മാറി, വീണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ടുപേരോട്. ഇതാരാണിത് കൊറിയോഗ്രാഫി ചെയ്തത്? ആരാണ്? ജോസൻ സാർ. എവിടെയാണ് അദ്ദേഹം? കാറ്റിക്സ് സാറാണ്. ജോസൻ സാർ, അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്തു. പിള്ളേരത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. അനു, നമുക്ക് അവരെ വിട്ടിട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. ഓക്കെ മക്കളെ, താങ്ക് യു വൺസ് അഗൈൻ. അനു, അപ്പോ അടുത്ത പ്രോഗ്രാം ആരാണ് വരാൻ പോകുന്നത്? ഇനി അടുത്തതായി നമുക്കൊരു ക്രിസ്മസ് സോങ് കേട്ടാലോ? ഷുവർ. നമ്മുടെ തിയോഫണിയിലെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൻ മാത്യുവും സംഘവുമാണ് ഇന്ന് ക്രിസ്മസ് സോങ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആൻ മാത്യു, ആൻറ്റി. അപ്പൊ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും. പ്ലീസ്. ഒരു ഡാൻസ് കളിച്ച് നമ്മളെ ഞെട്ടിച്ചിട്ട് പോയ അതേ ടീമാണ് വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ഈ പാപ്പായുടെ തൊപ്പി വെച്ച് ഇരിക്കുന്ന കണ്ടപ്പോഴേ പാപ്പ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ വരുന്നു. നിങ്ങൾക്കുള്ള സമ്മാനമാണെന്ന് തോന്നുന്നത്. ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ് വരുന്നത്. ചോദിച്ചു നോക്കാം നമുക്ക് പാപ്പയുടെ. പാപ്പ, എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇത് നിങ്ങൾക്കുള്ള സമ്മാനമല്ല, ഇത് പ്രേക്ഷകർക്കുള്ള സമ്മാനമാണ്. വീണ്ടും ചോദ്യമായിരിക്കും. അതെ അതെ, ഒരു നല്ല ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതും എന്നെ കുറിച്ചുള്ള ചോദ്യം തന്നെ. ആർക്കെങ്കിലും അറിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമല്ലോ. പ്രേക്ഷകരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. സാന്താ ക്ലോസ് എന്ന് വിളിക്കുന്ന എന്റെ യഥാർത്ഥ പേരെന്ത്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. സാന്താ ക്ലോസ് എന്ന് വിളിക്കുന്ന എന്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം നിങ്ങൾക്കറിയാമോ? എങ്കിൽ വേഗം ശരി ഉത്തരവും SMS അയക്ക്. എല്ലാവരും SMS ചെയ്തോളുക. ഈ ഗിഫ്റ്റ് ആദ്യം ശരി ഉത്തരം അയക്കുന്നവർക്ക് കൊടുക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പോൾ ആദ്യം SMS അയക്കുന്ന ആൾക്ക് ഈ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.
നല്ലൊരു ഡാൻസിന് ശേഷം നല്ലൊരു പാട്ടോട് സമ്മാനിച്ചതിന് അതെ. ഞങ്ങളുടെ താങ്ക്സ്. ദൈവപുത്രന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനമായിരുന്നു അല്ലേ? എല്ലാവരും സന്തോഷമല്ലേ? ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു വൺസ് അഗൈൻ. പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travel. അപ്പോൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്ത പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും കൂട്ടി നമുക്ക് അടുത്ത 2018 കടന്നാലോ? അതെ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ചേർത്ത് നമുക്ക് ഒന്നിച്ച് 2018 വരവേൽക്കുന്നതിനായിട്ട് അവരെ ക്ഷണിക്കാം അല്ലേ? തീർച്ചയായിട്ടും വിളിക്കാം. വെൽക്കം. കാനാൻ ദേശം തിയോഫണി കുടുംബാംഗങ്ങൾ ചേർന്ന് അവതരിപ്പിച്ച ഗ്ലോറിയ 2017 ഏവർക്കും ആസ്വാദികരമായി എന്ന് വിശ്വസിക്കുന്നു. വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയുവാൻ ഈ പുതുവത്സര ദിനങ്ങൾ നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത വർഷത്തിലേക്ക്, അതായത് ഇനി 3.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുകയാണ്, 2018. ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. റെഡി? ഹാപ്പി ന്യൂ ഇയർ. മിന്നാമിന്നി പോലെ മിന്നി താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നാമിന്നി പോലെ മിന്നി താരമെന്നും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുറ്റസുരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാമുറ്റസുരത്തോടെ ഓഹോ ഭിന്നതയാ ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ.